ഹായ്, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. നടന വിസ്മയം ലാലേട്ടൻ്റെ 64-ാം പിറന്നാൾ. മോഹൻലാൽ എന്ന വ്യക്തിയുടെ 64-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഏതു മലയാളികൾക്കും എവിടെയിരുന്നാലും വളരെയധികം സന്തോഷവും മുഹൂർത്തം തന്നെയാണ്. 4 പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിലൂടെ ഓരോ മലയാളിയുടെയും മേൽവിലാസത്തിൽ മോഹൻലാൽ എന്ന പേര് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെയും മലയാളിയുടെ ജീവിതം തന്നെയായിരുന്നു. ആനയും കടലും എത്ര കണ്ടാലും മതിവരാത്തവരാണ് മലയാളികൾ. ആ കൂട്ടത്തിൽ എഴുതി ചേർക്കേണ്ട പേരാണ് മോഹൻലാൽ. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ വില്ലനായി മോഹൻലാൽ എന്ന മഹാനടനെത്തുന്നു. എന്നാൽ വില്ലനായി തന്നെ തുടരുമെന്ന് പല ആളുകളും സംശയിച്ചെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നായക കഥാപാത്രമായി. അത്രയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മോഹൻലാൽ എന്ന ആ ലാലേട്ടനെ പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സഹനടനായി പിന്നീട് നായകനായി എത്തുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ലാലേട്ടൻ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ സിനിമയും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്നത് വാസ്തവം. എത്രയെത്ര സിനിമകൾ, എത്രയെത്ര ഡയലോഗുകൾ, എത്രയെത്ര പാട്ട് സീനുകൾ. ഒരിക്കൽ കണ്ടാൽ പിന്നീടും കാണാൻ തോന്നുന്ന എത്ര സിനിമകൾ. അതാണ് ലാലേട്ടൻ്റെ അഭിനയ മികവ്. ആയിരത്തി 1980 കിരീടത്തിലെ അഭിനയത്തിന് ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം. 1991 ഭരതത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. 2000 വാനപ്രസ്ഥത്തിലൂടെ മികച്ച നടനും മികച്ച സിനിമയ്ക്കുമുള്ള ദേശീയ പുരസ്കാരം. 2017 ജനതാ ഗ്യാരേജ്, പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമകളിലെ അഭിനയത്തിന് ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം. സംസ്ഥാന പുരസ്കാരങ്ങൾ 9. 2001 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. 2019 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഇത്രയെത്ര പുരസ്കാരം നേടിയെങ്കിലും ലാലേട്ടൻ എന്നും മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നത്. നീ പോടാ മോനെ ദിനേശ. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പായിരുന്നു ലാലേട്ടൻ ഫാൻസ് മീറ്റ് നടത്തിയത്. നമുക്കറിയാം, രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ആയിരങ്ങളാണ് ലാലേട്ടനോടൊപ്പം ചേർന്നിരുന്നു ഫോട്ടോഷൂട്ട് നടത്തിയത്. അത് ചരിത്ര സംഭവമായി, ചരിത്ര താളുകൾ എഴുതേണ്ട സംഭവമായി. അല്ല, ഇതൊരു മഹാസംഭവം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണല്ലോ. അവിടെയുണ്ടായ ആരവം ഇന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. അന്ന് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്ന്. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിലെന്ന പോലെ ഉറച്ചൊരു വാചകമുണ്ട്, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ. ഓരോ സിനിമകളും മികവുറ്റതായി അഭിനയിക്കാൻ കഴിവുള്ള അതുല്യ പ്രതിഭ. മലയാളത്തിൽ മാത്രമല്ല, അന്യഭാഷയിൽ അഭിനയിച്ചപ്പോഴും ആ പ്രേക്ഷകരും ഏറ്റെടുത്ത അതുല്യ പ്രതിഭയാണ് നമ്മുടെ ലാലേട്ടൻ. ആ തോള് ചരിച്ച് ലാലേട്ടൻ വരുമ്പോൾ എന്താ കയ്യടി. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലയും വിട്ടു. സ്ക്രീനിൽ മിന്നിത്തിളങ്ങുമ്പോൾ ആരവം എന്താണ് തിയേറ്ററിൽ ഉണ്ടാകുന്നത്. ലാലേട്ടൻ ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും മികച്ചതാകുമ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമ്പോൾ വീണ്ടും ലാലേട്ടൻ ചെയ്യാൻ കൊതിക്കുന്ന കഥാപാത്രം എത്രയെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ ഒന്നേ മറുപടിയുള്ളൂ, ഇനിയും എനിക്ക് വേണം, ഇനിയും എനിക്ക് സിനിമ വേണം, പല പല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് പല അഭിമുഖത്തിലും ലാലേട്ടൻ പറയാറുള്ളത്. ഇനി അടുത്തതായി ഇറങ്ങാനുള്ള സിനിമയാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത്. മോഹൻലാൽ സംവിധായകനായ ഫെറോസ്. കഴിഞ്ഞ ദിവസം ഫെബ്കയിൽ നടത്തിയ മീറ്റിംഗിൽ അദ്ദേഹത്തിന് സംവിധായകൻ്റെ പട്ടം നൽകുകയുണ്ടായി. അത്രമാത്രം ഇഷ്ടപ്പെടുന്നു ലാലേട്ട താങ്കളുടെ ആ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ. അപ്പോൾ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഫെറോസ്. ലാലേട്ടൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് പിറന്നാൾ ആഘോഷത്തിന് മൂവി വേൾഡ് മീഡിയയുടെ വ്യക്തിപരമായി എൻ്റെയും 1000 പിറന്നാൾ ആശംസകൾ. ഇപ്പോൾ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തരുൺമൂർത്തിയുടെ ചിത്രമാണ്.
നമുക്കറിയാം ആ സിനിമയുടെ സവിശേഷത എത്രമാത്രമാണെന്ന്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ശോഭനയുമായി ലാലേട്ടൻ ഒന്നിക്കുന്നത്. അത്തരമൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു എമ്പുരാൻ. അതും ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ലാലേട്ട, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ്, എന്നും കൂടെ ഉണ്ടാകും, ചേർത്ത് പിടിക്കും. 1000 പിറന്നാൾ ആശംസകൾ. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.